ഹായ് ഗുഡ് മോർണിംഗ്. ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ 2 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും ആദ്യത്തെ നിമിഷം നിങ്ങൾ എത്തിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും 24 തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യയിൽ നടന്ന ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇന്നും ചരിത്രം ആവർത്തിക്കും. പ്രേക്ഷകർ എന്നോടൊപ്പം ഉണ്ടായാൽ മതി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ മൂവർ, ഞാൻ ഹാഷ്മി താജ് ഇബ്രാഹിം, എസ് വിജയകുമാർ, ഞങ്ങൾ ഒന്നിച്ച് ചേരുകയാണ്. യു ആർ ഓൾ വെൽക്കം ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ തലം വിട്ടോന്ന്. അവസാന വോട്ട് എണ്ണീട്ടല്ലേ പോകും. അത് നമ്മളെ അവസാന ഫലം അറിയുന്നത് വരെ നമ്മളിവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ന്യൂസ് ഡെസ്ക് ഒക്കെ പരിചയം ഉണ്ടാവും. ഈ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ഈ അടുത്ത കാലത്ത് ഈ 24 ലോഞ്ച് ചെയ്തതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും ഫല സൂചനകൾ എല്ലാം നമ്മൾ ആദ്യം ജനങ്ങളിൽ എത്തിച്ചത്. എസ് വിജയകുമാർ റെഡിയാണ്, ഹാഷ്മി താജ് ഇബ്രാഹിം റെഡിയാണ്. രാവിലെ അവർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമൊക്കെ കഴിഞ്ഞു. 2 സംസ്ഥാനങ്ങളിൽ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് നടന്നത്. എന്നാൽ ഈ എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിച്ചിരിക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസിന് സാധ്യത, എന്നാൽ ജമ്മു കാശ്മീരിൽ തൂക്ക് സഭയ്ക്കും സാധ്യത. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്കാണ് കാശ്മീർ പോകുന്നത്. അപ്പൊ കാശ്മീർ റെഡിയല്ലേ? ഊർജ്ജത്തിനൊന്നും യാതൊരു കുറവില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വയറും കിഴങ്ങുമായിട്ടൊക്കെ നമ്മൾ ഈ അടുത്ത മണിക്കൂറുകളിൽ ഏതാണ്ട് 8:30 മണിയോടെ ആദ്യത്തെ നമുക്ക് എക്സിറ്റ് പോളുകളെ നമ്മൾ പ്രശ്നമാക്കുന്നില്ല. നമ്മൾ ഒറ്റയടിക്ക് മുന്നോട്ട് പോകുക. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾക്ക് വലിയ ഇടവേളയൊന്നും ഇല്ലാതെയായിരിക്കും ഈ 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് എന്ന് നിങ്ങൾ വിധി നിർണ്ണയമാണെങ്കിൽ പോലും ഈ 2 സംസ്ഥാനങ്ങളും നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതെന്തായാലും ശരി, അത് ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ നിങ്ങളൊക്കെ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ റെഡി. ഹാഷ്മി, ഇനിയിപ്പോ കേവലം 43 മിനിറ്റ് 2 സെക്കൻഡ് മാത്രമാണ് ബാക്കി വോട്ടെണ്ണൽ തുടങ്ങാൻ. EVM-കൾ അവിടെ നിന്ന് വോട്ടെണ്ണുന്നവരുടെ മേശപ്പുറത്തേക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ വരാൻ പോകുന്നു. അതിനുശേഷം എണ്ണപ്പെടാൻ പോകുന്നു. 8, 10, 8, 15, 8, 20, 8, 25, 8 മാക്സിമം 8 ആദ്യ മനസ്സ് വരുന്നത് കമ്പളങ്ങളിലെ മത്തി കണക്കുമല്ലേ? ഇവിടെ ആര് ജയിച്ചാലും തോറ്റാലും നമുക്ക് ഓരോ ഇലക്ഷൻ നമുക്ക് ജനാധിപത്യത്തിന് ഉത്സവമാണ്. നമ്മൾ മാത്രമല്ല, ഇന്നലെ രാത്രി തന്നെ പല പ്രേക്ഷകരും യൂട്യൂബിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടായി, നിങ്ങൾ 3 പേരോട് രാവിലെ ഇറങ്ങി പൊളിച്ചേക്കണം. കാര്യം അവർക്ക് ബാക്കി വെക്കുന്ന പറഞ്ഞത് നമ്മൾ പൊളിക്കും. അപ്പൊ 1, 2, 3 പൊളിക്കാൻ. വിജയകുമാർ, നമ്മളിപ്പോ യഥാർത്ഥത്തിൽ ഈ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു താഴ്വരയാണ് കാശ്മീർ. അപ്പൊ ജമ്മു കാശ്മീരിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഒരു 10 കൊല്ലത്തിന് ശേഷം അല്ലെ അവിടെ നടക്കുന്ന ഒരു ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ്. അത് മാത്രമല്ല, വെടിവെച്ചുകളുടെ ശബ്ദമില്ലായിരുന്നു അല്ലെ, അക്രമങ്ങളില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ പ്രതീക്ഷിച്ച് കാണില്ല പല വിദേശ രാജ്യങ്ങളും. എന്നാൽ അതോടെ നമ്മൾ ചരിത്രം എഴുതുന്നു. അതെ, ഏതാണ്ട് 60% ആളുകൾ വോട്ട് ചെയ്തു എന്നത് തന്നെ ഒരു ചരിത്രമാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ കൊണ്ടുവന്ന് എങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഏതാണ്ട് ഒരു ഫ്രീ ആൻഡ് ഫെയർ എന്ന് നമ്മൾ എല്ലാ അർത്ഥത്തിലും പറയാവുന്ന തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 മാസം മുമ്പ് 2 ആഴ്ച മുമ്പ് വരെയോ പല ഭീകരാക്രമണങ്ങളും ഉണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ് തുടങ്ങിയ ശേഷം കാര്യമായ പ്രശ്നം ഒരിടത്തും ഉണ്ടായില്ല എന്നതും ഒരു ആശ്വാസമാണ്. അപ്പോൾ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ജമ്മു കാശ്മീരിൽ നടന്നിട്ടുണ്ട്. 60%-ലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ജമ്മു കാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയ, അതിപ്പോൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും ആ ജനാധിപത്യ പ്രക്രിയയോട് അവിടുത്തെ ജനങ്ങൾ സർവാത്മന അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആരുടെയും തോക്കിന് മുന്നിൽ അല്ലാതെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെയും ഭീഷണിക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാതെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഒരു സംശയമില്ല.